അല്ലാഹു മീൻസ് ദൈവം. ബാന്ദ്രയിൽ ഒരു ടെണ്ടുൽക്കർ കുടുംബം മുഴുവനായും സായി ഭക്തന്മാരായിരുന്നു. ശ്രീമതി സാവിത്രിബായി ടെണ്ടുൽക്കർ മറാത്തി ഭാഷയിൽ സായിനാഥ് ഭജൻമാല എന്ന പേരിൽ 800 അഫുങ്ങൾ അടങ്ങിയ പദങ്ങൾ ചേർത്ത് ബാബയുടെ ലീലകളെ വിവരിക്കുന്നു. പുസ്തകം പ്രസിദ്ധീകരിച്ചു. ബാബയിൽ വിശ്വാസമുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പുസ്തകമായിരിക്കും. മകൻ ബാബു ടെണ്ടുൽക്കർ രാത്രി പകലായി കഷ്ടപ്പെട്ട് അവന്റെ ഔഷധ പരീക്ഷയ്ക്ക് പഠിക്കുകയായിരുന്നു. അവൻ കുറെ ജ്യോത്സ്യന്മാരെ കണ്ടെത്തി. അവന്റെ ജാതകത്തെ പരിശോധിച്ചതിൽ ആ കൊല്ലത്തിൽ നക്ഷത്രങ്ങൾ അത്രയ്ക്ക് ഉചിതമല്ലായിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷം പരീക്ഷയ്ക്കിരുന്നാൽ തീർച്ചയായും വിജയിക്കുമെന്ന് അവർ പറഞ്ഞു. ഇത് അവനൊരു വിഷാദവും മനക്ലേശവുമായി തീർന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവന്റെ അമ്മ ഷിർദിക്ക് ചെന്നു. ബാബയെ സന്ദർശിച്ചു. പല സംഗതികൾക്കിടയിൽ അവളുടെ മകൻ അടുത്ത ദിവസങ്ങളിലായി ഔഷധ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സംഗതിയും പറഞ്ഞു. നിന്റെ മകനോട് എന്നെ വിശ്വസിക്കുവാൻ പറയുക. ജ്യോത്സ്യന്മാരുടെയും രേഖാശാസ്ത്രജ്ഞന്മാരുടെയും മുന്നറിയിപ്പ് ദൂരെ എറിഞ്ഞു പഠിപ്പിൽ ശ്രദ്ധ വയ്ക്കുവാൻ പറയുക. അവൻ ഒരു ശാന്ത മനസ്സോടെ പരീക്ഷ എഴുതട്ടെ. ഈ കൊല്ലം പാസ്സാകുമെന്നത് തീർച്ചയാണ്. അവനോട് എന്നെ വിശ്വസിക്കാനും നിരാശനാകേണ്ട എന്നും പറയുക. അമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്നു മകനോട് ബാബയുടെ സന്ദേശം പറഞ്ഞു. അവൻ പിന്നീട് നല്ലവണ്ണം പഠിച്ച് പരീക്ഷ എഴുതി. പരീക്ഷയിൽ നല്ലവണ്ണം എഴുതിയിരുന്നുവെങ്കിലും അവനിലുള്ള വിശ്വാസം പാസ്സാവാൻ ആവശ്യമുള്ള മാർക്കുകൾ കിട്ടുകയില്ലെന്നായിരുന്നു. അതുകാരണം അവൻ വായ്മൊഴി പരീക്ഷയ്ക്ക് പോയില്ല. പക്ഷേ പരീക്ഷ നിർവാഹകർ അവന്റെ പുറകെയായിരുന്നു. അവന്റെ കൂട്ടുകാരോട് അവൻ മുമ്പിലത്തെ പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ടെന്നും അതിനാൽ വായ്മൊഴി പരീക്ഷയ്ക്ക് വരണമെന്നും പറഞ്ഞയച്ചു. സുഹൃത്തുക്കളുടെ പ്രോത്സാഹനത്താൽ അവൻ വായ്മൊഴി പരീക്ഷയ്ക്ക് ചെന്നു. അതിലും വിജയിയായി. അങ്ങനെ ബാബയുടെ കരുണയാൽ ആ കൊല്ലം തന്നെ അവന്റെ നക്ഷത്രം എതിരായിരുന്നുവെങ്കിലും അവൻ ബാബ പറഞ്ഞ പ്രകാരം പരീക്ഷ പാസ്സായി. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട സംഗതി എന്തെന്നാൽ സംശയങ്ങളും കഷ്ടതകളും നമ്മെ കെട്ടിവളഞ്ഞിരിക്കുന്നുവെങ്കിലും വിശ്വാസത്തെ ഊർജിതപ്പെടുത്തിയാൽ നല്ലത് നടക്കും. നമുക്കിതൊരു പരീക്ഷയായിരുന്നു. ബാബയെ വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങളെ തുടർന്നാൽ ഒടുവിൽ നമ്മൾ വിജയം കൊണ്ട് കിരീടധാരികളാകും. ആ കുട്ടിയുടെ അച്ഛൻ മുംബൈയിൽ ഒരു വിദേശ കമ്പനിയിൽ വാണിജ്യ സംബന്ധമായി പ്രവൃത്തി ചെയ്തിരുന്നു. വയസ്സ് അധികരിച്ച കാരണം അദ്ദേഹത്തിന് പ്രവൃത്തികൾ ശരിയായ വണ്ണം നോക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അവധിയിൽ വിശ്രമിക്കേണ്ടി വന്നു. വിശ്രമ സമയത്ത് ഒരു കുറവും കാണാത്തതിനാൽ തനിക്ക് അവധി സമയം ദീർഘിപ്പിക്കേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമം ആവശ്യമായി തീരുമായിരുന്നു. പകുതി ശമ്പളമായ 75 രൂപ കുടുംബം നടത്തുവാൻ പോരാത്തതായിരുന്നു. അതിനാൽ ഇതാലോചിച്ച് അവരെല്ലാം വളരെ ചിന്താകുലരായിരുന്നു. എല്ലാം ചേർത്ത് ഒടുവിലത്തെ തീരുമാനത്തിനു മുമ്പ് ബാബ ശ്രീമതി ടെണ്ടുൽക്കറുടെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, ഞാൻ വിചാരിക്കുന്ന രൂപ 100 പെൻഷൻ പണമാകണം. ഇത് നിനക്ക് തൃപ്തിയാകുമോ? അവൾ ചോദിച്ചു. ബാബ എന്തിനെന്നോട് ചോദിക്കുന്നു? ഞങ്ങൾക്ക് അങ്ങയിൽ നല്ല വിശ്വാസമുണ്ട്. ബാബ രൂപ 100 പറഞ്ഞുവെങ്കിലും അവർ 110 ഒരു പ്രത്യേക നിലയിൽ കൊടുത്തു. അത്തരം അത്ഭുതകരമായ സ്നേഹം ബാബ തന്റെ ഭക്തന്മാരിൽ കാണിച്ചിരുന്നു. കപ്റ്റൻ ഘട്ടെ സായി ഭക്തനായ ക്യാപ്റ്റൻ ഘട്ടെ ബിക്കാനൂറിൽ വസിച്ചിരുന്നു. ബാബ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നു. എന്താ എന്നെ മറന്നുപോയോ എന്ന് ചോദിച്ചു. ഹട്ടെ ഉടനടി ബാബയുടെ പാദങ്ങളെ തൊട്ട് മറുപടിയായി, ഒരു കുട്ടി അമ്മയെ മറന്നാൽ ആരവനെ രക്ഷിക്കും? പിന്നെ ഹട്ടെ പൂന്തോട്ടത്തിലേക്ക് പോയി കായ്ക്കറി കൊണ്ടുവന്ന് ശിത, നെയ്യ്, പരിപ്പ്, ഗോതമ്പ് പൊടി ഇവ കലർത്തിയത്, ദക്ഷിണ ഇവയെല്ലാം എടുത്ത് ബാബയ്ക്ക് കൊടുക്കാൻ തയ്യാറായി. ആ സമയത്ത് അദ്ദേഹം ഉണരുകയും താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്നും അറിഞ്ഞു. പിന്നെ അവയെല്ലാം ഷിർദിക്ക് അയക്കാനായി തീർച്ചയാക്കി. കുറെ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഗ്ലോറിയറിൽ ചെന്നപ്പോൾ രൂപ 12 മണി ഓർഡറായി ഒരു സ്നേഹിതൻ അയച്ചു. 12 രൂപയ്ക്ക് ശിതാ സാധനങ്ങളും കായ്ക്കറികളും വാങ്ങാനായും അവയെല്ലാറ്റിനെയും കൂടാതെ ബാബയ്ക്ക് രൂപ 10 ദക്ഷിണയടക്കം കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു. ആ സ്നേഹിതൻ ഹട്ടെ പറഞ്ഞ മാതിരി സാധനങ്ങളെല്ലാം വാങ്ങി ഷിർദിക്ക് ചെന്നു. വാൾപ്പാപ്പടി മാത്രം അദ്ദേഹത്തിന് ലഭിച്ചില്ല. കുറച്ചു നേരത്തിനുള്ളിൽ ഒരു സ്ത്രീ തന്റെ തലയിൽ ഒരു കൂടയിൽ കുറെ സാധനങ്ങളുമായി അവിടെ വന്നു. അതിശയമാവണ്ണം അതിൽ വാൾപ്പാപ്പടി ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. എല്ലാ സാധനങ്ങളെയും
രൂപയും കൊണ്ട് കപടൻ ഹട്ടയുടെ വകയായി ബാബയ്ക്ക് കൊടുത്തു. ശ്രീ നിമോൻകർ ചോളം വാൾപ്പാടിയും ഉണ്ടാക്കി നൈവേദ്യമായി അടുത്ത ദിവസം ബാബയ്ക്ക് കൊടുത്തു. എല്ലാവരും ഊണ് കഴിയുമ്പോൾ ബാബ വാൾപ്പാപ്പടി എടുത്ത് ഭക്ഷിക്കുന്നതും മറ്റു ചോറ് മുതലായവ വേണ്ടെന്ന് വെച്ചതും കണ്ട് ആളുകൾ ആശ്ചര്യഭരിതനായി. അവന്റെ സ്നേഹിതൻ മൂലം ഈ വർത്തമാനം പറഞ്ഞ് കപടൻ ഹട്ടെ അതിരിറ്റ സന്തോഷത്തിലായിരുന്നു. പൂജിച്ച രൂപ. മറ്റൊരവസരത്തിൽ കപടൻ ഹട്ടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ബാബ തൊട്ട് ശുദ്ധീകരിച്ച് ഒരു രൂപയുടെ നാണയം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം ഷിർദിക്ക് പോകുന്ന തന്റെ ഒരു സ്നേഹിതനെ കണ്ടു. അവൻ മൂലം ഹട്ടെ രൂപ കൊടുത്തയച്ചു. അദ്ദേഹത്തിന്റെ ചങ്ങാതി സാധാരണ ചെയ്യുന്നത് പോലെ ബാബയെ നമസ്കരിച്ചു, ദക്ഷിണ കൊടുത്തു. അത് ബാബ സ്വീകരിച്ചു. പിന്നെ ഹട്ടെ കൊടുത്ത രൂപ ബാബയ്ക്ക് കൊടുത്തു. ബാബ അത് കയ്യിലെടുത്തു നോക്കാൻ തുടങ്ങി. മുന്നിൽ വെച്ച് അതിനെ മേൽപോട്ട് കളിച്ചുകൊണ്ടിരുന്നു. ആ ചങ്ങാതിയോട് പറഞ്ഞു, ഇതിനെ അതിന്റെ ഉടമസ്ഥന് വിഭൂതി പ്രസാദമടക്കം തിരിച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക, എനിക്ക് അവന്റെ ഒന്നും ആവശ്യമില്ല. അവൻ ശാന്തനായും സംതൃപ്തനായും ജീവിക്കുവാൻ പറയുക. ആ ചങ്ങാതി ഗൊളയാറിന് തിരിച്ച് പൂജിച്ച രൂപയും പ്രസാദവും ഹട്ടയ്ക്ക് കൊടുത്തു. ഷിർദിയിൽ നടന്നത് വിവരിച്ചു. ഇപ്രാവശ്യം ഹട്ടെ വളരെയധികം സന്തോഷിച്ചു. എന്തെന്നാൽ ബാബ എപ്പോഴും നല്ല വിചാരങ്ങളെ ആദരിച്ചിരുന്നു. വാമൻ നർവേക്കർ എന്ന പേരുള്ള ഒരു മാന്യൻ ബാബയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു രൂപ കൊണ്ടുവന്നു. അതിന്റെ ഒരു ഭാഗത്ത് രാമൻ, ലക്ഷ്മണൻ, സീത ഇവരുടെ രൂപം കൊടുത്തിരുന്നു. പിൻഭാഗത്ത് കൈയും കൂപ്പി നിൽക്കുന്ന നിലയിൽ മാരുതിയുടെ ചിത്രവും ഉണ്ടായിരുന്നു. അവൻ അത് ബാബയ്ക്ക് കൊടുത്തു. അത് ബാബ ശുദ്ധീകരിച്ച് വിഭൂതിയടക്കം തിരിച്ചു തരുമെന്ന് വിശ്വസിച്ചു. എന്നാൽ ബാബ ഉടനടി അത് തന്റെ കീശയിലിട്ടു. പിന്നെ ശ്യാമ ബാബയോട് വാമൻ നർവേക്കറുടെ ഉദ്ദേശത്തെപ്പറ്റി സംസാരിച്ചു. ആ നാണയം തിരിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. ബാബ പറഞ്ഞു, എന്തിനവനത് തിരിച്ചു കൊടുക്കണം? നമ്മൾ തന്നെ അത് സൂക്ഷിക്കണം. അദ്ദേഹം രൂപ 25 തന്നാൽ തിരിച്ചു കൊടുക്കും. ആ രൂപയ്ക്ക് വേണ്ടി വാമൻ റാവ് രൂപ 25 ശേഖരിച്ച് ബാബയുടെ മുമ്പിൽ വെച്ചു. ബാബ പറഞ്ഞു, ആ രൂപയുടെ വിലപ്പതിപ്പ് രൂപ 25 മീതെയാണ്. ശ്യാമ, നമുക്കത് സൂക്ഷിക്കാം. ഇതിനെ നിന്റെ മുറിയിൽ വെച്ച് സൂക്ഷിക്കുക. എന്തിനാണ് ഇങ്ങനെ പെരുമാറിയതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും നല്ലതെന്തെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ആമേൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.